12 വർഷങ്ങൾക്ക് ശേഷം തന്റെ കൂട്ടുകാരനെ കാണാനായിട്ട് എത്തുന്ന പ്രോട്ടോഗോണിസ്റ്റ് എന്റെ ആളായിട്ട് കൂട്ടുകാരനായിട്ട് കുറച്ച് ദിവസം അങ്ങനെ അടിച്ചു പൊളിച്ച് പോകുമ്പോൾ പിന്നീട് ഉണ്ടാവുന്ന ഒരു ദിവസം ഉണ്ടാവുന്ന സംഭവം പിന്നീട് എങ്ങോട്ടേക്കൊക്കെയാണോ കഥേനെ കൊണ്ടുപോകുന്നത് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. കാരണം അവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വിഷയത്തെ വലിയ രീതിയിൽ തന്നെ നല്ല ഒരു ട്രീറ്റ്മെന്റോട് കൂടിയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. വേണ്ട സ്ഥലത്തൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ബി ജി എമ്മിന്റെ യൂസേജോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലും എല്ലാവരുടെയും ആ ഒരു സെലക്റ്റീവ് ക്യാരക്ടേഴ്സിന്റെ ഒക്കെ കുറച്ച് എന്ന് വെച്ചാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് എന്ന് പറയാൻ മെയിൻ ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നുന്നു വളരെയധികം കുറച്ചേ ഉള്ളൂ. പക്ഷേ ഉണ്ടായിട്ടുള്ള ആ ഒരു മൊത്തം കാസ്റ്റിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം ഈ സിനിമയുടെ കഥ നടക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു എൻവയോൺമെന്റിന് ചേരുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റിംഗ് സ്റ്റൈലും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിന്റെയും ഉള്ളിലുള്ള ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കൺവേ ചെയ്യാനായിട്ട് എന്റെ ഡയറക്ടർക്ക് അല്ലെങ്കിൽ ആസ് എ ഹോൾ ക്രൂവിന് സാധിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. പടത്തിൽ പലയിടത്തും ബി ജി എം യൂസേജ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ചില സ്ഥലത്തൊക്കെ ശരിക്കും ബി ജി എമ്മിന്റെ ഒരു ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു